കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു ദിവസം കൂടെ അവിടുത്തെ മുൻപാകെ കടന്നു വന്ന ദൈവത്തിന് നന്ദി പറയാൻ, ദൈവശബ്ദം കേൾക്കാൻ അവിടെ നമ്മെ എല്ലാം ഇടയാക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ദൈവം വാക്ക് പറഞ്ഞ മാറാത്തവനാണ്. ഒന്നാം ജീവനുള്ള ദൈവമാണ്. ദാനിയേലിനെ ദാര്യാവേശ് രാജാവ് സിംഹങ്ങളുടെ കുഴിയിലിട്ടതിന് ശേഷം പിറ്റ പ്രഭാതത്തിൽ താൻ ദുഃഖശബ്ദത്തോടെ ദാനിയേലിനെ വിളിച്ച ആ പ്രസ്താവന വളരെ ശ്രദ്ധേയമാണ്. ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനായ ദാനിയേലേ. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ദാനിയേൽ സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്, ജീവിപ്പിക്കുന്ന ദൈവമാണ്, മരിച്ചൊരു ദൈവമല്ല. കണ്ണുണ്ടായിട്ടും കാണാത്ത, ചെവി ഉണ്ടായിട്ടും കേൾക്കാത്ത, കാലുണ്ടായിട്ടും നടക്കാത്ത, തൊണ്ട കൊണ്ട് സംസാരിക്കാത്ത ഒരു ദൈവത്തെ അല്ല നമ്മൾ സേവിക്കുന്നത്. നാം എടുത്തുകൊണ്ട് പോകുന്ന ഒരു ദൈവത്തെ അല്ല, നമ്മെ ശാശ്വത ഭുജങ്ങളിൽ വഹിക്കാൻ കഴിവുള്ള, നമ്മുടെ ഭാരങ്ങൾ ഏറ്റെടുക്കാൻ കഴിവുള്ള, നമ്മുടെ സകല വിഷയങ്ങളും പരിഹരിക്കുന്ന ഒരു ജീവനുള്ള ദൈവമുണ്ട്. സംസാരിക്കാത്ത ദൈവമല്ല നമ്മുടേത്, നമ്മോട് സംസാരിക്കുന്ന ദൈവം. കാണാത്ത ദൈവമല്ല, നമ്മെ കാണുന്ന ദൈവം. കേൾക്കുന്ന ദൈവം, അറിയുന്ന ദൈവം ഇന്ന് പകലിലും നമ്മുടെ കൂടെ ഉണ്ട് എന്ന ഒരു ഉറപ്പ് നമ്മുടെ അകത്ത് വെളിപ്പെടണം. ശ്രേഷ്ഠനായ ഈ ദൈവത്തെ അറിയാൻ, ദൈവം നമ്മെ അറിയാൻ ഇടയാക്കിയതിനായി സ്തോത്രം ചെയ്യാം. നമ്മൾ തേടിയതല്ല, ദൈവം നമ്മെ തേടി വന്നതാ. കൽവറിയിലൂടെ അവിടുന്ന് നമ്മളെ സ്നേഹിച്ചതാണ്. അവിടുത്തെ മക്കളാക്കി, അവകാശികളാക്കി തീർത്ത മഹാദേക്കായി നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ദൈവത്തിൻ്റെ ശ്രേഷ്ഠഭുജം ഇന്ന് പകലിലും വെളിപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ തടയാൻ ലോകത്തിൽ ഒരു ശക്തിക്കും സാധ്യമല്ല. ഉയർന്നിരിക്കുന്നതും വീര്യം പ്രവർത്തിക്കുന്നതും ആർക്കും തിരിച്ചു മടക്കാൻ പറ്റാത്തതും സമുദ്രത്തെ വിഭജിക്കാൻ കഴിവുള്ളതുമായ മഹത്വമുള്ള ഭുജം ഇന്ന് പകൽ നിങ്ങളുടെ വിഷയത്തിൻ്റെ മേൽ വെളിപ്പെട്ട് വരും എന്ന് വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്ത് ദൂതേറ്റെടുക്കണം. ദൈവത്തിൻ്റെ ശ്രേഷ്ഠഭുജം എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. ആ ഭുജത്തിൻ്റെ വല്ലഭത്വം, അതിൻ്റെ ആധികാരികത, ദൈവമേ എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും ഒന്ന് വെളിപ്പെടുത്തണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. എവിടൊക്കെ ആ ഭുജം നീട്ടിയിട്ടുണ്ടോ, നമ്മുടെ മൈൻഡിൽ ഉൾക്കൊള്ളാത്ത വൻ കാര്യങ്ങൾ അത് ചെയ്തിട്ടുണ്ട്. ഇന്നും നീട്ടിയാൽ നിങ്ങളുടെ ചിന്താഗതികളെ മാറ്റിമറിക്കുന്ന രീതിയിൽ വലിയ ദൈവപ്രവൃത്തിയായി അത് വെളിപ്പെട്ടു വരും എന്നുള്ളതിന് സംശയമില്ല. കർത്താവേ, അവിടുത്തെ ശബ്ദം ഇന്നും ഞങ്ങളെ ഒന്ന് കേൾപ്പിക്കണമേ. നിങ്ങളുടെ ശബ്ദത്തിൻ്റെ ശക്തിയാൽ മുൻപോട്ട് പോകാൻ അവിടെ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. 1 ദിനവൃത്താന്ത പുസ്തകം 16-13 വാക്യം. അവൻ ചെയ്ത അത്ഭുതങ്ങളും അരുളി ചെയ്ത അടയാളങ്ങളും വിധികളും ഓർത്തുകൊള്ളുവേൻ.
ദൈവത്തിൻ്റെ പെട്ടകം കൊണ്ടുവന്ന് അതിനായി അടിച്ചിരുന്ന കൂടാരത്തിനകത്ത് വെച്ച് അവർ ദൈവസന്നിധിയിൽ ദാവീദിൻ്റെ നേതൃത്വത്തിൽ ഹോമയാഗങ്ങൾ സമാധാന യാഗങ്ങളും ഒക്കെ കഴിച്ച് യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിച്ച് ദൈവസന്നിധിയിൽ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയ്ക്ക് കീർത്തനവും വന്ദനവും സ്തോത്രവും ചെയ്യുവാൻ ലേവ്യരിൽ നിന്ന് ശുശ്രൂഷകന്മാരെ നിയമിക്കുന്നു. ഓരോരുത്തരുടെ പേരുകൾ അവിടെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നിയമ പെട്ടകത്തിൻ്റെ മുമ്പിൽ അവർ കാഹളമൂതി കൈത്താളം ഉപയോഗിച്ചു. അതിനുശേഷം അവർ പാടി ഏൽപ്പിച്ചു കൊടുത്ത ഭാഗങ്ങളാണ് നമ്മൾ വായിച്ചത്. അവൻ ചെയ്ത അത്ഭുതങ്ങൾ, ദൈവം ചെയ്ത അത്ഭുതങ്ങൾ, യഹോവേ നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിൻ്റെ വിചാരങ്ങളും വളരെയാകുന്നു. ഞാൻ അവയെ വിവരിച്ച് പ്രസ്താവിക്കുമായിരുന്നു, എന്നാൽ അവ എണ്ണിക്കൂടാതെ വണ്ണം അധികമാണ്. സഹോദരങ്ങളെ, എന്നിട്ട് ദാവീദിൻ്റെ ഓരോ അനുഭവങ്ങളും ദൈവത്തിൻ്റെ മഹത്വത്തെയാണ് വെളിപ്പെടുത്തുന്നത്. 19 സങ്കീർത്തനമൊക്കെ ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവിടുത്തെ കൈവല പ്രസിദ്ധമാക്കുന്നു. നമ്മുടെ ചിന്തയിലേക്ക് ഓടിച്ചു വരികയാണ്. അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളും അരുളി ചെയ്ത അടയാളങ്ങളും. ദൈവം ചില അടയാളങ്ങൾ അരുളി ചെയ്യും. നിങ്ങൾക്കടയാളമോ? ശീലകൾ ചുറ്റി ഒരു പൈതലിനെ നിങ്ങൾ കാണും. വലിയൊരു അടയാളമാണ്. സ്തോത്രം. അനേക അടയാളങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് പലയിടത്തും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അരുളി ചെയ്ത അടയാളങ്ങൾ നടന്നിട്ടുണ്ട്. കണ്ടോ? അരുളി ചെയ്ത അടയാളങ്ങൾ. ദൈവം നമ്മളോട് പറഞ്ഞ ചില അടയാളങ്ങൾ. നീ പോകുക, യേശു പറഞ്ഞില്ലേ തൻ്റെ ശിഷ്യന്മാരോട്? എവിടെ ഗുരുവിന് പെസഹ ഒരുക്കുമെന്ന് ചോദിച്ചൊരു ചോദ്യം വന്നപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞത്, നിങ്ങൾ ചെല്ലുക, ആ ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്കെതിരെ ഒരാൾ കുടം ചുമന്ന് വരും, അവൻ്റെ പിന്നാലെ പോയിക്കൊള്ളുക. അവർ ചെന്നു. അരുളി ചെയ്ത അടയാളങ്ങൾ നടക്കും. അത് കാണണമെങ്കിൽ നീ പോകണം. ഇന്ന് പകലും ദൈവം നമ്മോട് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ചില അടയാളങ്ങൾ അത് ഓർക്കണം. നോഹയ്ക്ക് ദൈവം അടയാളം കൊടുത്തു. അങ്ങനെ മനോഹയ്ക്ക് അടയാളം കൊടുത്തു. അവരടയാളം ചോദിച്ചു. ഗിദെയോൻ അടയാളം ചോദിച്ചു. ഗിദെയോനും ദൈവം അടയാളങ്ങൾ കൊടുത്തു. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന് വ്യക്തമായി പറയാനുള്ള സന്ദേശം, ദൈവം നൽകിയ അടയാളങ്ങൾ ഓർക്കണം. യഥാർത്ഥത്തിൽ അടയാളം എന്ന് പറയുമ്പോൾ കാര്യം നടക്കുന്നതിന് മുമ്പ് അരുളപ്പാടിനകത്ത് ദൈവം ചില സിഗ്നലുകൾ വെളിപ്പെടുത്തും. നീ അവിടെ ചെല്ലുമ്പോൾ ഇന്നത് കാണും. നീ അവിടെ ചെല്ലുമ്പോൾ ഇന്നത് തുറന്നിരിക്കുന്നത് കാണും. നീ നോക്കുമ്പോൾ അതവിടെ ഇല്ല. അത് നിനക്കൊരു അടയാളമാകും. കന്യ ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. അതൊരു അടയാളമാക്കി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കടയാളമോ? മറന്നു പോകരുത്. ദൈവം പറഞ്ഞ ഒറ്റ അടയാളങ്ങളും തെറ്റില്ല. നാം ആരെയെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞു വിട്ടിട്ട് ലൊക്കേഷൻ ചോദിക്കുമ്പോൾ ഇന്ന ഷോപ്പ് അല്ലെങ്കിൽ ഇന്ന ലാൻഡ്മാർക്ക് അടയാളം, പക്ഷേ ആ ബിൽഡിങ് അവിടുന്ന് പൊളിച്ചാൽ അടയാളത്തിന് വ്യത്യാസം വരും. പക്ഷേ എൻ്റെ ദൈവം പറഞ്ഞ ഒറ്റ അടയാളങ്ങളും മാറില്ല, മാറിയിട്ടില്ല. അരുളി ചെയ്തവൻ ഉറപ്പുണ്ട്, ഞാൻ പറഞ്ഞ അടയാളം അതുപോലെ സംഭവിക്കും. ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നിങ്ങളോട് പറയാനുള്ളത്, ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങളോട് ചില ദൈവം പറഞ്ഞ ചില ഉടമ്പടിക്കകത്തു ചില അടയാളങ്ങളുണ്ട്. അത് നടക്കുമോ ഇല്ലയോ എന്ന് ചിന്തിക്കേണ്ട. ദൈവം പറഞ്ഞ എല്ലാ അടയാളങ്ങളും സംഭവിക്കും. കർത്താവിൻ്റെ വരവിന് അടയാളങ്ങളുണ്ട്.
അതിന് വേഗത്തിൽ സംഭവിക്കാൻ പോകുന്നു. അപ്പം ഇന്ന് പകൽ നമ്മൾ ചിന്തിക്കുന്നത് കർത്താവ് പറഞ്ഞ സകല അടയാളങ്ങളും സംഭവിക്കാൻ പോകുന്നു. കുടുംബങ്ങളോടും വ്യക്തികളോടും തലമുറകളോടും പറഞ്ഞ അരുളി ചെയ്ത അടയാളങ്ങൾ അവിടേക്ക് പോകണം, കാണണം, നടക്കണം. ശിമിയോൻ എന്ന് പറഞ്ഞ ദൈവഭക്തനായ മനുഷ്യനോട് പറഞ്ഞൊരു വാഗ്ദത്തത്തിൻ്റെ അടയാളമുണ്ട്. ക്രിസ്തുവിനെ കാണും, രക്ഷിതാവിനെ കാണും. അതിനു മുമ്പ് നീ മരണം ആസ്വദിക്കില്ല. അടയാളം കണ്ടില്ലേ, താനത് കയ്യിലെടുത്തില്ലേ? നാഥാ, അങ്ങൊരുക്കി രക്ഷയെ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുത്തില്ലേ? ദൈവം അത് മാറ്റിയോ പ്രിയരെ? കാണിക്കാമെന്ന് പറഞ്ഞാൽ കാണിക്കും, ചെയ്യാമെന്ന് പറഞ്ഞാൽ ചെയ്യും, നടത്താമെന്ന് പറഞ്ഞാൽ നടത്തും, വെളിപ്പെടുത്താമെന്ന് പറഞ്ഞാൽ വെളിപ്പെടുത്തും. ഇന്ന് പകലിലും ആ ദൈവ സാന്നിധ്യം നിങ്ങളുടെ അകത്തുനിന്ന് വെളിപ്പെടുത്തണം യേശുവിൻ്റെ നാമത്തിൽ. അതിൽ നിന്ന് ഉറയ്ക്കണം. നീ അത് കാണാൻ പറ്റുമോ? ദൈവം പറഞ്ഞ അടയാളങ്ങൾ, ദൈവം ചെയ്ത അത്ഭുതങ്ങൾ, ചെയ്തതുകൂടെ ഒന്ന് ഓർക്കണം. കഴിഞ്ഞ നാളുകളിൽ അസാധ്യങ്ങളല്ലായിരുന്നോ? നിൽക്കാൻ പറ്റുന്ന സാഹചര്യമായിരുന്നോ? പതറിപ്പോകത്തില്ലായിരുന്നോ? ഒഴുകിപ്പോയില്ലായിരുന്നോ? അവിടെ ദൈവം പറഞ്ഞില്ലേ, നിർത്തി കൊണ്ടുവന്ന് പണിഞ്ഞ് ശക്തീകരിച്ച് ദേശത്ത് നിങ്ങളെ അത്ഭുതമാക്കുമെന്ന് പറഞ്ഞ് അനേക ഇടത്ത് നിങ്ങളെ അത്ഭുതമാക്കിയില്ലേ? അത് മറന്നു പോകരുത്. ലോകം തീർന്നെന്ന് പറഞ്ഞപ്പോഴും, എഴുന്നേൽക്കത്തില്ലെന്ന് പറഞ്ഞപ്പോഴും, ഇനിയും തിരിച്ചു വരവില്ലെന്ന് പറഞ്ഞപ്പോഴും ദൈവം ചെയ്ത അത്ഭുതങ്ങൾ, കഴിഞ്ഞ നാളുകൾ അതോർക്കണം. ഇനിയും നിങ്ങളോട് അരുളി ചെയ്ത അടയാളങ്ങൾ ഓർത്തിട്ട് പറ, ദൈവമേ അങ്ങയ്ക്ക് കഴിയും. ഞങ്ങൾ അടയാളങ്ങൾ ഏറ്റെടുക്കുന്നു, ഞങ്ങളത് റിസീവ് ചെയ്യുന്നു എന്ന് പറഞ്ഞു ദൈവത്തിന് മഹത്വം കൊടുക്കാൻ ആര് തയ്യാറുണ്ട്? പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ചിലരെ ടച്ച് ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, കേൾപ്പിച്ച ശ്രേഷ്ഠ ആലോചനയ്ക്കായി സ്തോത്രം. അങ്ങ് ചെയ്ത അത്ഭുതങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. കഴിഞ്ഞ നാളുകൾ നടത്തിയ വഴികൾ ഓർക്കുന്നു. സാധ്യങ്ങളെ സാധ്യമാക്കിയത് ഓർക്കുന്നു. നീട്ടിയ പൂജത്തെ ഞങ്ങൾ ഓർക്കുന്നു. ഒഴുക്കിക്കളയുമെന്ന് വാദിച്ചപ്പോഴും പിടിച്ചു നിർത്തിയത് ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, എങ്ങനെ മുമ്പോട്ട് പോകുന്നറിയാം ഭാരപ്പെട്ടപ്പോഴും ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് ഞങ്ങൾ ഇരിക്കുന്നിടത്ത് അങ്ങയുടെ പ്രവൃത്തി അയച്ച് ഞങ്ങൾ ഓർക്കുന്നു. തുടർന്ന് അങ്ങരുളി ചെയ്ത അടയാളങ്ങളെ ഇന്ന് പകൽ ഓർത്ത് സ്തോത്രം ചെയ്ത് അത് നടക്കും. ഞങ്ങളത് കാണും, ഞങ്ങളത് കയ്യിലെടുക്കും. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ചില കുടുംബങ്ങളെ ടച്ച് ചെയ്തതിനായി സ്തോത്രം. വിടുതൽ വ്യാപരിക്കുന്നു, സൗഖ്യം വ്യാപരിക്കുന്നു. ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തി തൻ്റെ ജനത്തെ കൂടെ ആലട്ടി മൈൻഡിനെ ഇടിക്കുന്ന സകല ദൂട്ടശക്തികളുടെ മേലും ഇന്ന് പകൽ ജയം കൽപ്പിച്ചിരിക്കാൻ സ്തോത്രം. അത്ഭുതങ്ങൾക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ ഓർക്കുക. അവിടുന്ന് അരുളി ചെയ്ത അടയാളങ്ങളും ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. ഈ വചനങ്ങളാൽ കർത്താവ് സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ